فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ومن يكن برسول الله نصرته إن تلقه النصن في أجامها تجمي. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. ആദരണീയരായ സാദാത്തുൽ ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മുതഅല്ലിമീങ്ങൾ, വിദ്യാർത്ഥികൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഏറെ സേവനങ്ങൾ ചെയ്യുകയും ഏറെക്കാലം ദർസ് നടത്തുകയും ഇൽമു പ്രചരിപ്പിക്കുകയും മുതഅല്ലിമീങ്ങളെ വളർത്തിയെടുക്കുകയും ചെയ്ത ഈ കർണാടകയിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങളൊന്നും വന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ വളരെയേറെ ത്യാഗം ചെയ്ത് ഈ മഹത്തായ മദീന എന്ന സ്ഥാപനം കെട്ടിപ്പടുക്കുകയും ഉയർത്തി വളർത്തി നമ്മെ ഏൽപ്പിക്കുകയും ചെയ്ത ബഹുന്നരായ അഷ്റഫുൽ ഉലമാ മഞ്ഞനാടി അബ്ബാസ് മുസ്ലിയാർ അല്ലാഹു അവരുടെ ഖബറിൽ സന്തോഷം നൽകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും മക്കൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും നമുക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഈ മഹത്തായ സ്ഥാപനം അദ്ദേഹത്തിന്റെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും നടത്തുന്നതിൽ ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ, സഹകരിക്കുന്നുണ്ടോ, ആരെല്ലാം ഭാഗവാക്കായിട്ടുണ്ടോ, അവർക്കെല്ലാവർക്കും നമുക്കും അല്ലാഹു ആഖിറത്തിൽ വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ നൗഫൽ സഖാഫി അവർ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് വേറെയും പലരും സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി ദീർഘമായ സമയം ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹുവിന്റെ അടിമകളാണ് നമ്മളെല്ലാവരും. അല്ലാഹുവാണ് എല്ലാറ്റിനെയും ഉടമസ്ഥനും എല്ലാവരെയും സ്വീകരിച്ച് പോറ്റി വളർത്തുകയും ചെയ്യുന്ന റബ്ബുൽ ആലമീൻ. മനുഷ്യന് ആവശ്യമായ എല്ലാ വിഷയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞേകിയിട്ടുണ്ട്. അവന്റെ 1000 അനുഗ്രഹങ്ങൾ ഓരോ സന്ദർഭത്തിലും അനുഭവിച്ച് ജീവിക്കുന്നവരാണ് നാം. ആ അല്ലാഹു നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം, വെള്ളം, വായു, അതേപോലെ ആവശ്യമായതെല്ലാം നൽകിയിട്ടുണ്ട്. ഭക്ഷണങ്ങളിലും സൂര്യന്റെ വെയിലടക്കം അവൻ പോഷകാംശങ്ങൾ
വെച്ചിട്ടുണ്ട്. അതെല്ലാം അനുഭവിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഭക്ഷണവും സൗകര്യവും ഒക്കെ തന്ന റബ്ബ് നമ്മുടെ ആത്മാവിന് ആവശ്യമായ ഭക്ഷണവും മരുന്നും അതും കൂടി നൽകിയിട്ടുണ്ട്. ആത്മാവും ശരീരവും ശരീരത്തെക്കാൾ മഹത്വമുള്ളതാണ് ആത്മാവ്. ശരീരത്തെക്കാൾ പ്രായമുള്ളതുമാണ് ആത്മാവ്. ശരീരം മരണപ്പെട്ട് ഒരുപക്ഷെ സാധാരണക്കാരുടെ ശരീരമാകുമ്പോ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആ ശരീരം മണ്ണിൽ ദ്രവിച്ചു. അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും അല്ലാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്ത ചില മഹാന്മാരുടെയും ഡെഡ് ബോഡി ശരീരം അങ്ങനെ നശിച്ചു കൊള്ളണം എന്നില്ല. എന്നാൽ ആരുടെയും ആത്മാവ് നശിക്കുന്നില്ല. ആത്മാവ് എന്നും നിലനിൽക്കുകയാണ്. റൂഹ് അതിന് നാശം ഇല്ല. ശരീരത്തിൽ റൂഹുള്ള സമയത്താണ് മനുഷ്യന് കൽപ്പനകളും നിർദ്ദേശങ്ങളും വിരോധങ്ങളും ഒക്കെ ബാധകമാകുന്നത്. മരണപ്പെട്ടു കഴിഞ്ഞാൽ മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിർബന്ധം മയ്യത്തിനല്ല, ജീവിച്ചിരിക്കുന്ന നമുക്കാണ്. മയ്യത്തിനെ കഫൻ ചെയ്യൽ നിർബന്ധമാണെന്ന് നമ്മൾ പഠിച്ചു. അത് മയ്യത്തിനല്ല നിർബന്ധം, ജീവിച്ചിരിക്കുന്ന നമുക്കാണ്. മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കൽ നിർബന്ധമാണ്, അത് ജീവിച്ചിരിക്കുന്ന നമുക്കാണ്. മരിച്ച ആൾക്ക് പിന്നെ നിർബന്ധങ്ങളൊന്നുമില്ല. അവർക്ക് പിന്നെ നിർബന്ധം ഹറാം എന്ന നിയമങ്ങളും ഇല്ല. അവരുടേത് മരണത്തോടുകൂടി ആ കൽപ്പനകൾ അവർ തീർന്നുപോയി. കാരണം അവരെ എന്നല്ല ഏത് മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത് ഈ ഭൂമിലോകത്താണ്, ഈ ലോകത്തിന്റെ ജീവിതത്തിലാണ്. മരണശേഷം പരീക്ഷയുടെ ലോകമല്ല, മറിച്ച് പരീക്ഷയുടെ റിസൾട്ട് അനുസരിച്ചുള്ള പ്രതിഫലത്തിന്റെ സമ്മാനത്തിന്റെ ലോകമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു. അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്ന് വല്ലവനും താൽപര്യപ്പെട്ടാൽ അഹബ്ബല്ലാഹു ലിഖാഅഹു, അവനെ കണ്ടുമുട്ടൽ അല്ലാഹുവിനും താൽപര്യം തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യൻ മരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുന്നത് അല്ലാഹുവിനെ സ്നേഹിച്ച, അല്ലാഹുവിനെ അനുസരിച്ച, അല്ലാഹുവിന് വിധേയപ്പെട്ട മുത്തഖിയായ മനുഷ്യനാകുമ്പോ അദ്ദേഹത്തിന് നൽകുന്നത് ബുശ്റ ബിറിദ്വാനില്ലാഹി വ കറാമത്തിഹി, അല്ലാഹുവിന്റെ പൊരുത്തം കൊണ്ടും അല്ലാഹുവിന്റെ കറാമത്ത് കൊണ്ടും അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിക്കപ്പെടും എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസിൽ കാണാം. മരണത്തോടുകൂടി അല്ലാഹു വലിയ ബഹുമാനം നൽകുകയാണ്. ഇത് സജ്ജനങ്ങൾക്കുള്ളതാണ്, സാലിഹീങ്ങൾക്കുള്ളതാണ്. എന്നാൽ അവരിൽ ചിലർ മരണശേഷം ഖബറിൽ വെച്ച് പല ഇബാദത്തുകളും നിർവഹിക്കുന്നതായി അനുഭവത്തിൽ പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ മുറാദ് ഹാസിലാകാനുള്ള യാത്ര അത് ഇസ്രാ മിഅ്റാജിന്റെ യാത്രയാണ്. ആ യാത്ര നടത്തുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിലേക്ക് പോയി. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നപ്പോ മറത്തു ബി മൂസാ വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ ഖബർ. മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹിസ്സലാമിന്റെ മരണശേഷം നിസ്കാരം നിർബന്ധമുണ്ടായിട്ടല്ല,
അതവർക്ക് ലദ്ദത്താണ്, അവർക്ക് സന്തോഷമാണ്, അവർക്കതിൽ വലിയ രസമാണ്. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കരിക്കുന്നതായി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. മരണപ്പെട്ടു പോയ മഹാന്മാർ പിന്നെ മരിച്ചാൽ കഴിഞ്ഞു എന്ന് പഠിപ്പിക്കുന്ന യുക്തിവാദവും മതവിരോധവും മതത്തിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മഹാന്മാരായ ആളുകൾ أفحسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം ഫിൽ ബഹ്ജത്തി വൽ കറാമ, കറാമത്തിന്റെയും മഹത്വത്തിന്റെയും വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഉറച്ചു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത സാലിഹീങ്ങൾ അവരുടെ ജീവിതകാലത്തും മരണശേഷവും തുല്യമാണ് എന്നീ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും ധിക്കാരികളെ പോലെയല്ല അവരുടെ മരണശേഷമുള്ള ജീവിതം. ധിക്കാരികളായ ആളുകൾക്ക് മരണശേഷം വലിയ പ്രയാസമാണ്, സാലിഹീങ്ങൾക്ക് സന്തോഷകരമായ ജീവിതമാണ്. ആ ജീവിതത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റവും വലിയ സാലിഹീകളാണല്ലോ അംബിയാക്കൾ. അവരിലും ഏറ്റവും പ്രധാനപ്പെട്ടവരാണല്ലോ മുർസലീങ്ങൾ. അവരിലും ഏറ്റവും പ്രധാനപ്പെട്ടവരാണല്ലോ ഖുർആനിൽ പേര് വന്ന 25ഓളം വരുന്ന മുർസലീങ്ങൾ. അതിലും ഏറ്റവും ശ്രേഷ്ഠരാണല്ലോ ഉലുൽ അസ്മുകളിൽപ്പെട്ട മുർസലീങ്ങൾ. അതിൽപ്പെട്ട ആളാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നത് കണ്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ മൂസാ നബി അലൈഹിസ്സലാം തന്നെ ശേഷം മസ്ജിദുൽ അഖ്സയിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിസ്കരിക്കുമ്പോൾ ബേക്കിൽ വന്ന് തുടർന്ന് നിസ്കരിച്ചവരും അമ്പിയാക്കളായിരുന്നു. നേരത്തെ വഫാത്തായി പോയ അമ്പിയാക്കളായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അവിടുന്ന് പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്തേക്ക് പോയപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ ചൊല്ലിയില്ലേ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലും കാണാം, ആകാശലോകത്തേക്ക് ചെന്നപ്പോൾ അവിടെ ധാരാളം അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് അയച്ചിരിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കാൻ വേണ്ടി. അപ്പോൾ മരണത്തിന് ശേഷം വഫാത്തിന് ശേഷം സാധാരണക്കാരെ പോലെയല്ല അമ്പിയാക്കൾ. അവർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതേപോലെ സാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ശുഹദാക്കൾ അവർക്കും വലിയ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണല്ലോ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഉഹദ് യുദ്ധത്തിന്റെ തലേ ദിവസം എന്നെ ബാപ്പ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, നാളെ യുദ്ധം നടന്നാൽ ആദ്യമായി മരിച്ചു വീഴുന്നത് ഞാനായിരിക്കും. മുൻകൂട്ടി അങ്ങ് പറയുകയാണ്. അങ്ങനെ പറയാനുള്ള അറിവ് അല്ലാഹു തആല അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ മേലാൽ വരുന്ന വിഷയം പറഞ്ഞവർ എന്ന് മുഹീദ്ദീൻ മാലയിൽ ചിലപ്പോൾ നമ്മൾ പാടിയിട്ടുണ്ട്. അതെ, പിന്നീട് വരുന്ന കാര്യം മുൻകൂട്ടി പറയാനുള്ള കഴിവ് അല്ലാഹു തആല അല്ലാഹുവിന്റെ ഔലിയാക്കൾ സാലിഹീങ്ങൾ പലർക്കും നൽകുകയാണ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. തലേ ദിവസം തന്നെ ബാപ്പ വിളിച്ചു പറഞ്ഞു, നാളെ ആദ്യമായി ആദ്യമായി കൊല്ലപ്പെടുന്ന ആൾ ഞാനായിരിക്കും. പിന്നീട് ചില വസിയത്തുകളൊക്കെ ചെയ്തു. മകനോടുള്ള വസിയത്ത് പറഞ്ഞതുപോലെ ഉഹദ് യുദ്ധം നടന്നപ്പോൾ ആദ്യം മരണപ്പെടുന്നത് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനവറുകളെ മറവ് ചെയ്യപ്പെട്ട ഖബറിൽ ഒന്നിലധികം മയ്യിത്തുകൾ മറവ് ചെയ്യപ്പെട്ടിരുന്നു. ഉഹദ് യുദ്ധത്തിൽ ശുഹദാക്കളായിരുന്ന ആളുകളുടെ മയ്യിത്ത് ഒന്നിലധികം ആളുകളെ ഒരേ ഖബറിൽ.
ആ ഖബറിൽ നിന്ന് എടുത്തൊന്ന് മാറ്റിമറവ് ചെയ്യണം എന്ന് 6 മാസത്തിന് ശേഷം മകനായ ജാബിർ റളിയല്ലാഹു അൻഹു തോന്നി. അങ്ങനെ ബാപ്പയുടെ ഖബർ പോയി തുറന്നു. ഇമാം ബുഖാരി പറയുന്ന ഹദീസാണ്. തുറന്നു നോക്കുമ്പോൾ ബാപ്പയുടെ ശരീരത്തിൽ യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. കിടക്കുന്ന സമയത്ത് കാത് ഇങ്ങനെ വെച്ച് കിടന്നതാണല്ലോ. ആ കാത് തലയുടെ വെയിറ്റ് കൊണ്ട് കാതിന് അടയാളം വീഴുന്നത് പോലെ ഒരു ചെറിയ അടയാളമുണ്ടെന്നല്ലാതെ ശരീരത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. സഹാബിയായ ഷഹീദായ അബൂ ജാബിർ റളിയല്ലാഹു അൻഹു, ഇത് അവിടുത്തെ മരണത്തിന് ശേഷമുള്ള വലിയ കറാമത്തായിരുന്നു. സുഹൃത്തുക്കളെ, സാധാരണക്കാരും അതേ നമുക്ക് അസാധാരണക്കാരായ അമ്പിയാക്കളും ഔലിയാക്കളും സാലിഹീങ്ങളും എല്ലാവരും ഒരുപോലെയാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസം വിഡിത്തമാണ്. അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്. എന്തിനധികം പറയണം, ഖുർആൻ നോക്കിയാൽ നമുക്ക് സൂറത്തു സജദയിൽ കാണാമല്ലോ. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൻ ലിബനീ ഇസ്രായീൽ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടി എന്ന് ഖുർആൻ. അതെങ്ങനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മൂസാ നബിയെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടി എന്ന് ഖുർആനല്ലേ പറയുന്നത്. പക്ഷേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികളായ കക്ഷികൾ അവര് ഖുർആനും സുന്നത്തും മുറുകി പിടിക്കുന്നു എന്നാ പറയാ. തുറന്നു നോക്കൂല, നോക്കിയാൽ തന്നെ മനസ്സിലായാൽ തന്നെ വിശ്വസിക്കൂല. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. അവര് ഖുർആൻ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെവിടെ പരിപാടി വെച്ചാലും അവരുടെ സ്വഭാവം പരിഹാസമാണ്. കുറെ ഗീബത്ത് പറയാ, കുറെ പരിഹസിക്കുക, കുറെ ചിരിക്കുക. ഖുർആനും ഹദീസും പറയാൻ അവർക്ക് കഴിയില്ല. കാരണം ഖുർആനും ഹദീസും അവർ വിശ്വസിക്കുന്നില്ല എന്നതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഇത് ഖുർആനാണ്. ഫലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി, മൂസാ നബി കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. അപ്പൊ എല്ലാവരും ഒരുപോലെയല്ല. വഫാത്തിന് ശേഷം മഹാന്മാരായ ആളുകൾക്ക് വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ പവറുകളും ഉണ്ട്. ഞാൻ വളരെ സ്നേഹിക്കുന്ന എന്റെ ഒരു ശിഷ്യനോട് പറഞ്ഞു, എല്ലാ ദിവസവും മഗ്രിബിന് ശേഷം ഉറങ്ങുന്നതിന് മുൻപായി സൂറത്തു തബാറകല്ലദീ ബിയദിഹിൽ മുൽക്, ആ സൂറത്ത് ഓതണം. അല്ലാഹു അദ്ദേഹത്തിന് നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൂറത്താണ് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞു, ഓ നബിയെ, ഞാനൊരു സ്ഥലത്ത് ടെന്റ് കെട്ടിയുണ്ടാക്കി. അവിടെ ടെന്റിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ ഫൈദാഹു ഖബ്റു ഇൻസാനിൻ, അതൊരു വ്യക്തിയുടെ ഖബറാണ് എനിക്ക് മനസ്സിലായി. യഖറഉ ഫീഹി സൂറത്ത് തബാറക, അദ്ദേഹം ഖബറിന്റെ ഉള്ളിൽ വെച്ച് തബാറക സൂറത്ത് ഓതുന്നത് ഞാൻ കേട്ടു. അപ്പൊ ചില മഹാന്മാർക്ക് ഖബറിൽ വെച്ച് ഖുർആൻ ഓതാനുള്ള കഴിവ് അല്ലാഹു തആല നൽകുന്നു. അത് കേൾക്കാനുള്ള കഴിവ് ചിലർക്ക് അല്ലാഹു തആല നൽകുന്നു. എല്ലാവരും കേൾവി ഒരുപോലെ. ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന പുറത്ത് കേൾക്കും, നമ്മളാരും കേൾക്കും. നമ്മളെ പോലത്തെ ഒരു കേൾക്കൂല, കേൾക്കുന്നവർ കേൾക്കും. സുബ്ഹാനല്ലാഹ്. ഖബറകത്തുസ്താദേ കുറവാക്കി കണ്ടാലേ ഖബറിങ്കലിൽ നിന്നിട്ട് നീക്കിച്ച് വെച്ചോർ എന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സാദി റഹ്മത്തുള്ളാഹി അലൈഹി പാടി. ഉസ്താദ് അവരുടെ ഖബർ ജീവിതത്തിൽ ചെറിയ പ്രയാസം, കൈക്ക് ചില പ്രയാസം കണ്ടപ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്ത് നീക്കിച്ചു കൊടുത്തു. അങ്ങനെയാണല്ലോ എല്ലാവരും ദുആ ഇതുപോലെ ഖുർആൻ തന്നെയല്ലേ അതും പഠിപ്പിച്ചത്. വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, വയസ്തജീബുൽ ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്.
ഈമാനും സൽക്കർമ്മം പ്രവർത്തിച്ചവരുമായ മഹാന്മാർ അവരുടെ ദുആക്ക് അല്ലാഹു തആല എന്തായാലും ഉത്തരം നൽകും. അതും ഖുർആനാണ്. എല്ലാവരുടെ ദുആയും ഒരുപോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന്നാ യുസ്തജാബു ലഹു, ഹറാം പ്രവർത്തിക്കുകയും ഹറാം തിന്നുകയും ഹറാം കുടിക്കുകയും ഹറാം ധരിക്കുകയും ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളുടെ ദുആക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ് എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരുടെ ദുആയും ഒരുപോലെയല്ല. മഹാന്മാരുടെ ദുആക്ക് വലിയ പ്രത്യേകതയുണ്ട്. അത് അമ്പിയാക്കളുടെ അതേപോലെ സാലിഹീങ്ങളുടെ ദുആക്ക് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ അവരോട് മുഅ്മിനീങ്ങൾ ഈമാനുള്ള ഒരു സഹായം തേടുന്നു. അത് ഇന്നും ഇന്നലെയും ഉള്ളതല്ല. ആനായ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളിൽ ജനങ്ങളൊക്കെ സഹായം കിട്ടാൻ വേണ്ടി ആദം നബി അലൈഹിസ്സലാമിനോടും അമ്പിയാക്കളിൽ പലരോടും സഹായം ചോദിക്കുന്ന രംഗം. ബൈനമാഹും ഇസ്തഗാസൂ ബിആദം, ആദം നബി അലൈഹിസ്സലാമിനോട് അവർ സഹായം തേടുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സഹായം തേടിക്കൂടാന്ന് അങ്ങനെ ഒരു ഖുർആനിലും ഹദീസിലും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. സഹായം തേടുന്നതിനൊരു വിരോധവും ഇല്ലല്ലോ. അതേ സമയത്ത് മക്കയിലെ മുശ്രിക്കീങ്ങൾ സഹായം തേടിയതുപോലെ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സഹായം തേടാൻ പാടില്ല. അത് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, സഹായിക്കാൻ വേണ്ടി ദൈവങ്ങളെ സ്ഥാപിക്കുകയും ദൈവങ്ങളോട് സഹായം തേടുകയുമായിരുന്നു മക്കാ മുശ്രിക്കീങ്ങൾ. അതല്ലല്ലോ മുസ്ലിമീങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളില്ല ഇലാഹ അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ആരാധനക്ക് അർഹനില്ല, ഇബാദത്തിന് അർഹനില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വസിക്കുന്നതോടുകൂടി അതാ നന്മയുടെ നിമിത്തങ്ങളായി സഹായത്തിന്റെ കാരണങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയൊക്കെ വിളിക്കാനാണോ കൽപ്പിച്ചത് അവരെ വിളിക്കുന്നു, അവരോട് സഹായം തേടുന്നു. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ്, അതും ഖുർആൻ തന്നെയാണ്. നിങ്ങൾ സഹായം തേടണം എന്നാണ് ഖുർആൻ പറയുന്നത്. ക്ഷമ കൊണ്ട് സഹായം തേടണം. നിസ്കാരം കൊണ്ട് സഹായം തേടണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നിസ്കാരം എന്ന് പറയുന്നത് ഒന്നാമത്തേത് അല്ലാഹു അക്ബർ എന്ന തക്ബീറാണ് നിയ്യത്തോടുകൂടി. അവിടുന്ന് അങ്ങോട്ടുള്ള പരിപാടികൾ പലതും അതാ നിൽക്കലും കുനിയലും സുജൂദ് ചെയ്യലും അതേപോലെ ഖുർആൻ ഓതലും ദിക്റ് ചൊല്ലലും തസ്ബീഹ് ചൊല്ലലും അങ്ങനെ തുടങ്ങിയിട്ട് അവസാനമെത്തുമ്പോൾ നിസ്കാരത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, മുഴുവൻ കാഴ്ചകളും അല്ലാഹുവിന് സമർപ്പിച്ചതിന് ശേഷം അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു. നബി തങ്ങൾക്ക് ഡയറക്റ്റ് സലാം പറയുന്നു. ഇവിടെ എല്ലാ പുത്തൻവാദികളും എന്ന് പറയുന്നത് എന്താണ്? മരിച്ചുപോയവരെ വിളിക്കാൻ പറ്റൂല, അതേ വഫാത്തിന് മുമ്പ് വിളിക്കാൻ, ശേഷം വിളിച്ചൂടാ. എങ്കിൽ നിസ്കരിക്കൽ എങ്ങനെയാണ് സുഹൃത്തേ? നിസ്കാരത്തിൽ തന്നെ റസൂലുള്ളാഹിനെ വിളിക്കണമല്ലോ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു. ഇതിനെ സംബന്ധിച്ചല്ലേ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞാൽ നബി തങ്ങളോട് പറയുന്ന അങ്ങേക്ക് സലാമുണ്ടെന്നാണ്. അത് പറയുന്നത് എന്തിനാണ്? മാമിൻ അഹദിൻ യുസല്ലിമു അലൈഹി ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫറുദ് അലൈഹിസ്സലാം. നബി തങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് സലാം മടക്കും. അങ്ങനെ സലാം മടക്കി കിട്ടാനാണ്. ആകയാൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയുമ്പോൾ, ഓ നബിയെ അങ്ങേക്ക് സലാമുണ്ടെന്ന് പറയുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു കിട്ടാനാണ്. വഅലൈക്കുമുസ്സലാം, നിനക്ക് രക്ഷയുണ്ട്, നിനക്ക് സമാധാനമുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞാൽ അത് വലിയ സഹായമായി പോയി. ഈ ഒരു വലിയ സഹായം കിട്ടൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് സലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ അസ്സലാമു അലൈക അയ്യുഹൻ
നബിയു എന്നത് ഒരു ശഫാഅത്ത് തേടലാണ്, ശുപാർശ തേടലാണ് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചതായി കാണാം. ഓ സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിളിക്കുക, നബി തങ്ങളോട് സലാം പറയുക, അത് നിസ്കാരത്തിൽപ്പെട്ടതാണ്. നിസ്കാരം കൊണ്ട് സഹായം തേടുക എന്ന് പറയുമ്പോ നബി തങ്ങളെ വിളിച്ചുകൊണ്ടുള്ള സഹായം അതിൽപ്പെട്ടത് തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയൊക്കെ ചെയ്താൽ അവരൊക്കെ ഇസ്ലാമിന്റെ പുറത്തു പോയ മുശ്രിക്കുകളാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം നടത്തുന്ന അവർക്ക് മതത്തെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ല. എന്നാണ് അവരുടെ പ്രത്യേകത. ഖുർആനെ സംബന്ധിച്ച് വിവരമില്ല, ഹദീസിനെ കുറിച്ച് വിവരമില്ല. അവരുടെ മൗലവിമാര് എഴുതി കൊടുത്തത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വിളമ്പും. അതാണ് അപ്പുറം ഒന്നും അറിയില്ല. അല്ലാഹു തആല ഹിദായത്തിന്റെ വെളിച്ചം. ഞാനിപ്പോൾ അതിലേക്ക് കടന്നു സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് എല്ലാവരും ഒരുപോലെയല്ല. വഫാത്തിന് ശേഷവും ശുഫാത്തിന് മുമ്പും എല്ലാവരും ഒരുപോലെയല്ല. നിങ്ങൾ കണ്ടില്ലേ, അല്ലാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്ന് കൂട്ടർ വാദിക്കുന്നു. പക്ഷേ നബി തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാം മതം അങ്ങനെയല്ല. അതുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ ബഹുമാനപ്പെട്ടവരുടെ പാപ്പ വസിയ്യത്ത് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ വസിയ്യത്തിൽ പെട്ടതായിരുന്നു, മോനെ എനിക്ക് കുറെ കടങ്ങളുണ്ട്, ആ കടങ്ങളൊക്കെ നീ വീട്ടണം എന്നതൊരു വസിയ്യത്തായിരുന്നു. എനിക്ക് പെൺമക്കളുണ്ട്, ആ പെൺമക്കളെ നീ പ്രത്യേകം കെയർ ചെയ്യണമെന്ന് പറഞ്ഞത് വസിയ്യത്തായിരുന്നു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു കടം വീട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അതാ കടം വീട്ടാൻ സ്വത്ത് മതിയാകൂല. ഈത്തപ്പനയുടെ മേലെയുള്ള ഈത്തപ്പഴം ഏകദേശം മതിച്ചു നോക്കുമ്പോൾ അത് പറിച്ചാൽ കടം വീട്ടാൻ തികയൂല. അവരോട് പറഞ്ഞു നോക്കി മഹാനവറുകൾ, കുറച്ച് നിങ്ങൾ വിട്ടുതരുമോ? അവരാരും കൊടുക്കാൻ തയ്യാറില്ല. അപ്പോൾ പിന്നെ ചെയ്ത പണി എന്താണ്? ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഫസ്തഅൻതുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടി. അല്ലാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ എന്ന് പറയുന്ന പുത്തൻവാദികൾ ആലോചിക്കണം. നബിതങ്ങളോട് സഹായം തേടി എന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസാണ്. ചെയ്തത് സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നബിതങ്ങൾ, നീ അല്ലാഹുവിനോടല്ലാതെ സഹായം തേടരുത് ജാബിറേ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. മറിച്ച് നബിതങ്ങൾ സഹായിക്കുകയല്ലേ ചെയ്തത്. കാരണം ഖുർആൻ പറഞ്ഞതല്ലേ, തആബനു അലൽ ബിർരി വത്തഖ്വാ വലാ തആബനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ സഹായിക്കണേ. അതേ ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, കൂനൂ അൻസാറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുന്നവരാകണേ. അല്ലാഹുവിനെ സഹായിക്കൽ എങ്ങനെയാണ്? അവന്റെ ദീനിനെ സഹായിച്ചുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. ഇനിയും നിങ്ങൾ കണ്ടോ, സഹായം തേടിയാൽ സഹായം ചെയ്യണമെന്ന് ഖുർആൻ പറയുകയാണ്. ഒരു സ്ഥലത്തും ഖുർആൻ സഹായം തേടാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് തേടണമെന്നും തേടിയാൽ സഹായിക്കണമെന്നുമാണ് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടുള്ളത്. ആ ഖുർആൻ സ്വീകരിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഓ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി സഹായം ചോദിച്ചു എന്ന് പറയുന്നത് സഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. ഇസ്തഅൻതുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബാപ്പയുടെ കടം വീട്ടി കിട്ടാൻ ഞാൻ നബിതങ്ങളോട് സഹായം തേടി. എന്തിനാണ് തേടിയത്? നബിതങ്ങൾ ക്യാഷ് എടുത്തു കൊടുക്കാനല്ല. കാരണം നബിതങ്ങൾ ഇങ്ങനെ ക്യാഷ് സൂക്ഷിച്ചിട്ട് ആരുടെ സഹായം തേടാൻ പറ്റും അവർക്ക് കൊടുക്കാമെന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഇരിക്കുകയല്ലോ.
പിന്നെ എന്തിനാണ് സഹായം തേടിയത്? അവിടുത്തെ മുഅ്ജിസത്ത് മുഖേന സഹായിക്കാനാണ്. അമ്പിയാക്കൾക്ക് അല്ലാഹു തആല നൽകുന്ന പ്രത്യേകതയാണ് മുഅ്ജിസത്ത്. ഔലിയാക്കൾക്ക് നൽകുന്ന പ്രത്യേകതയാണ് കറാമത്ത്. ആ കറാമത്ത് മുഖേനയും മുഅ്ജിസത്ത് മുഖേനയും ഉള്ള സഹായം അത് ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയൂല. അത് ജാബിർ റളിയല്ലാഹു അൻഹുവിന് അറിയാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഇസ്തഅൻതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി തങ്ങളോട് സഹായം തേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? ജാബിറേ, നിങ്ങൾ നടന്നു, ഞാൻ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഈത്തപ്പഴം കഴിച്ചിട്ടുള്ള ഈത്തപ്പന മരത്തിന്റെ ഇടയിലൂടെ നബി തങ്ങൾ ചുറ്റി നടന്നു. ഈത്തപ്പഴം പറിച്ച് എല്ലാം ഒരുമിച്ച് വെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എല്ലാം വെച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ആ ഈത്തപ്പഴം പറിച്ചിട്ട ഈത്തപ്പഴത്തിന്റെ ഇടയിൽ വന്ന് നബി തങ്ങൾ ഇരുന്നു. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ സഹായിക്കുന്നത് നോക്കൂ നിങ്ങൾ. അവിടുന്ന് എങ്ങനെ സഹായിക്കുന്നത്? 1 കിലോ പോയിട്ട് 1 ഗ്രാം പോയിട്ട് ഒരൊറ്റ ഈത്തപ്പഴം നബി തങ്ങൾ അതിൽ കൊണ്ടുപോയി ഇട്ടിട്ടില്ല. നബി തങ്ങളെ വീട്ടിൽ നിന്നോ ഖജനാവിനോ എടുത്തു കൊടുത്തിട്ടില്ല. നബി തങ്ങൾ സഹായിക്കുന്നത് ബർക്കത്തിലൂടെയാണ്, മുഅ്ജിസത്തിലൂടെയാണ്. അവിടെ പോയി ഇരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊടുക്കാനുള്ള, കടം കിട്ടാനുള്ള ആളുകളെ മുഴുവനും വിളിക്കുന്നു. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഓരോരുത്തർക്കും അളന്നു കൊടുക്കൂ. അങ്ങനെ അളന്നു കൊടുക്കുന്നു. ഓരോരുത്തർക്കും കൊടുക്കാനുള്ളത് അളന്നു കൊടുത്തു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാവരെ കടവും വീട്ടി. ബാപ്പയ്ക്ക് ഇനിയൊന്നും കടമില്ലാതെ പൂർണ്ണമായി കടം വീട്ടി. കടം വീട്ടി കഴിഞ്ഞതിന് ശേഷം അതാ നോക്കുമ്പോൾ ഈത്തപ്പഴം കുറഞ്ഞിട്ടില്ല. ഈത്തപ്പഴത്തിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടുപേരും ഈ ഇസ്തിഗാസക്ക് സാക്ഷിയാണ്. രണ്ടാളും അനുഭവിച്ചതാണ്. പറഞ്ഞില്ലേ, അവരും പറഞ്ഞില്ലേ, നബി തങ്ങൾ ഞാനങ്ങ് വരുന്നു എന്ന് പറയുമ്പോ തന്നെ ഇത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഓ സുഹൃത്തുക്കളെ, അമ്പിയാക്കളും സാധാരണക്കാരും ഒരുപോലെയാണോ? മഹാന്മാരും മഹാന്മാരല്ലാത്തവരും ഒരുപോലെയാണോ? എല്ലാവരും ഒരുപോലെയാണെന്ന കടുത്ത തെറ്റായ ഒരു വിശ്വാസത്തിൽ നിന്ന് വന്നതാണ്. അമ്പിയാക്കളെ വിളിച്ച് തേടിക്കൂടാ, ഔലിയാക്കളെ വിളിച്ച് സഹായം തേടിക്കൂടാ എന്ന വാദം എല്ലാവരും ഒരുപോലെയാണെന്ന വളരെ ഫസാദായ നാശം പിടിച്ച വിശ്വാസത്തിൽ നിന്ന് വന്ന അബദ്ധജടിലമായ വാദമാണ്. ആ വാദത്തിന് തെളിവ് ധരിക്കുന്നതോ അത് മുഴുവനും മക്കയിലെ മുശ്രിക്കീങ്ങൾ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരുടെ വിഗ്രഹങ്ങളെയും അതുപോലെ അവർ ദൈവമാണെന്ന് വിശ്വസിച്ചവരെയും വിളിച്ച് തേടിയതിനെതിരെ ഖുർആൻ പറഞ്ഞ പരാമർശങ്ങളാണ്. അതൊരിക്കലും മുഅ്ജിസത്ത് മുഖേന സഹായിക്കുമെന്നോ കറാമത്ത് മുഖേന സഹായിക്കുമെന്നോ വിശ്വസിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ നടത്തുന്ന സഹായാർത്ഥനെ കുറിച്ചല്ലേ അല്ല. ഇത് എന്റെ മാന്യ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇപ്പോൾ ലോകത്ത് മുഴുവനും വിവരക്കേട് അത് ഇന്നും ഇന്നലെയുള്ളതല്ല. ഈ കക്ഷികളുടെ പേര് ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന കക്ഷികൾ, അതാണ് ഖവാരിജികൾ. ആ ഖവാരിജികളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞത്.
അവർ കൊന്നത് എങ്ങനെയാണ്? സുബ്ഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ തലക്ക് ഒരു വെട്ട് കൊടുത്തു. അങ്ങനെ വാൾ കൊണ്ട് വെട്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു ഖവാരിജ്. ആ ഖവാരിജുകൾ എന്ന് പറയുന്ന ആ കക്ഷികളാണ് ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇമാം സാബിർ റളിയല്ലാഹു അൻഹു തഫ്സീറുൽ ജലാലയിലെ ഹാഷിയയിൽ പറഞ്ഞതായി നമുക്ക് കാണാം. ഇപ്പോൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളാണെന്ന് പറഞ്ഞ് ആയത്ത് ഓതുന്നവർ ആ കക്ഷികളാണെന്ന് ഇമാം സാബിർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശിർക്ക് ചെയ്ത മുശ്രിക്കാണെന്നായിരുന്നു അവരുടെ വാദം. അതുപോലെ സഹാബികളെല്ലാം ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണ് എന്നായിരുന്നു അവരുടെ വാദം. അതിനവരെന്താ ചെയ്തത്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം. ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസലത് ഫിൽ കുഫാർ. അവിശ്വാസികളെ സംബന്ധിച്ച് ഖുർആനിൽ വന്ന ചില ആയത്തുകൾ അതിനെ ഫഹബലുഹാ അലൽ മുസ്ലിമീൻ അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളുടെ പേരിൽ അവരത് ചാർത്തി ആ ആയത്ത് അവർ ചുമത്തി. എന്നിട്ട് അവരെ പോലെയാണ് ഇവരും മുശ്രിക്കുകളാണ് എന്ന് വാദിച്ചത് തന്നെയാണ് ഇന്ന് എവിടെ അതേ മുജാഹിദെന്നോ സലഫിന്നോ എന്ത് പേരിൽ വന്നാലും അതേത് ജാതി വന്നാലും പിന്നുള്ളത് വന്നാലും ജിന്നില്ലാത്ത വന്നാലും ഏത് വന്നാലും അവരുടെ എല്ലാ ആശയം ഖവാരിജുകളുടെ ആശയമാണ്. അതിലൊരിക്കലും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല. ഖവാരിജ് റവാഫിദ് രണ്ട് കക്ഷികളാണ് ആദ്യകാലം മുതലേ ഇവിടെ ദീൻ ഫസാദാക്കാൻ വേണ്ടി വന്നിട്ടുള്ള രണ്ട് കക്ഷികൾ. ഒന്ന് ഖവാരിജ്, ഒന്ന് റവാഫിദ്. ഈ റാഫിദത്തുകളുടെ ഒരു ഭാഗമാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. അതും വലിയ അപകടം പിടിച്ച സാധനമാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെതിരുള്ള എല്ലാ കക്ഷികളും അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വൻ നാസി അജ്മഈൻ. മൻ അഹദസ വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ അല്ലേ, സുന്നത്ത് ജമാഅത്ത് വിടണമെന്നില്ല. പിന്നെ സുന്നിയാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ അവൻ സുന്നി അല്ലാത്ത കക്ഷികളെ അവൻ ചേർത്ത് പിടിക്കുകയാണ്, അവൻ സ്നേഹിക്കുകയാണ്, കൂട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെയുള്ള കക്ഷികളാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട് വൽ മലായിക, മലക്കുകളുടെ ലഅനത്തുണ്ട്, വന്നാസി അജ്മഈൻ, എല്ലാ നല്ല മനുഷ്യന്മാരെ ലഅനത്തുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ ദിലാ, അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹു ഖബൂൽ ചെയ്യൂല. ഒരു ഫർളും സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല. വല്ല നിസ്കാരം കൊണ്ട് കാര്യമില്ല, നോമ്പ് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരുത്തൻ സലഫിയായാൽ അല്ലെ ശിയാക്കളിൽ പെട്ടാൽ, അല്ലെങ്കിൽ റാഫിദത്തായാൽ, ഖവാരിജിൽ പെട്ടാൽ, ജമാഅത്ത് ഇസ്ലാമിയിൽ പെട്ടാൽ അവനെ പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഒരു തവണയല്ല രണ്ട് തവണയല്ല പല സ്ഥലത്തും ബുഖാരി ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, സുന്നിയല്ലാത്തവർക്ക് ഞാൻ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല, മകളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞു. അത് പറയേണ്ടതല്ലേ മുസ്ലിമീങ്ങളെ? കാരണം അള്ളാന്റെ ലഅനത്തുള്ളവർക്കാണോ മകളെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കുന്നത്? അള്ളാന്റെ റസൂലിന്റെ അതേ മലക്കുകളെ ലഅനത്തുള്ളവർക്കാണോ മകളെ കൊണ്ടുപോയി കെട്ടിച്ചു കൊടുക്കുന്നത്? അങ്ങനെ ഒരു മുസ്ലിമിന് ധൈര്യം വരുമോ? അറിവില്ലാത്ത ജനങ്ങൾ അത്തരം കാര്യങ്ങളിൽ പെട്ടുപോകുമ്പോ പറയൽ നിർബന്ധമായതുകൊണ്ടല്ലേ മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവരുടെ കിതാബുൽ വന്നിയത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ, ഫഅലൽ മുഅ്മിനീന ഇത്തിബാഉ സുന്നത്തി വൽ ജമാഅ, അതേ മുഅ്മിനായ മനുഷ്യൻ സുന്നത്ത് ജമാഅത്ത് ഫോളോ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു. അതിന്റെ ശേഷം അതാ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി അവരോട് എതിർത്ത് തന്നെ നിൽക്കണം. അവർക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ പാടില്ല, അവരെ വർദ്ധിപ്പിക്കുന്ന ഒരു ഏർപ്പാടും ചെയ്യാൻ പാടില്ല. എന്തിനധികം ഒരു പെരുന്നാളിന്റെ അന്ന് ആശംസ പോലും അവർക്ക് പറയാൻ പാടില്ല, അവർക്ക് നിക്കാഹും ചെയ്തു കൊടുക്കാൻ പാടില്ല.
സുബ്ഹാനല്ലാഹ്, ഇതല്ലേ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ അബൂബക്കർ മുസ്ലിയാർ അവറുകൾ അതേ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മരിച്ചാൽ അവർക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശംസുൽ ഉലമാ ഉസ്താദ് ഫത്വ കൊടുത്തപ്പോ ഈ ഇബാറത്തിൽ ഉദ്ധരണിയല്ലേ എടുത്തുദ്ധരിച്ചത്? അപ്പൊ ശംസുൽ ഉലമയും പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെ സുന്നിയല്ലാത്തവന് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ലെന്നാണ്. ഓ സുഹൃത്തുക്കളെ, ഞാനിത് പറഞ്ഞു വരുന്നത് ദീനിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാര് പറയുമ്പോ പരിഹസിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഖുർആനും ഹദീസും അനുസരിച്ച് വല്ല വാക്കും പറയാറുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. ഇമാമിങ്ങളെ കിതാബുകളാണ് ഉദ്ധരിക്കേണ്ടത്, അല്ലാതെ വിവരമില്ലാത്തവന്ന് നാക്കടിച്ചത് കൊണ്ട് കാര്യമില്ല. നാക്കിട്ടടിച്ചത് കൊണ്ട് കാര്യമില്ല. കാര്യം എല്ലാ മുസ്ലിമീങ്ങളും മനസ്സിലാക്കണം. വലായുനായും അവരുമായി നിക്കാഹ് ബന്ധം പാടില്ല എന്നത് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ വെറുതെ പറഞ്ഞാണോ? അല്ല അല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞ ഹദീസ്, ഖദരിയ്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസ് മിസ്കാത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുമായി വിവാഹ ബന്ധം നടത്താൻ പാടില്ല. ആകയാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണോ, ഇമാമിങ്ങൾ പറഞ്ഞത് എന്താണോ, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണോ, ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞത് എന്താണോ, ലോകത്തുള്ള ഇമാമിങ്ങൾ പറഞ്ഞത് എന്താണോ, അത് പറയലാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ കർത്തവ്യം. അത് നിർവഹിക്കുമ്പോൾ പരിഹസിച്ചിട്ട് കാര്യമില്ല. ഖുർആനിലേക്ക് മടങ്ങുക, ഹദീസിലേക്ക് മടങ്ങുക, നബി തങ്ങൾ പഠിപ്പിച്ച ആശയത്തിലേക്ക് മടങ്ങുക, തെറ്റായ വിശ്വാസങ്ങൾ വലിച്ചെറിയുക. ഇതാണ് ഏതൊരു മനുഷ്യനും ചെയ്യേണ്ടത്. അപകടം പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണമെങ്കിൽ അള്ളാന്റെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം, അള്ളാന്റെ റസൂലിന്റെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം, മലക്കുകളെ ലഅനത്തില്ലാത്ത നിലക്ക് ജീവിക്കണം. ഇത് എന്റെ വകയിലല്ലോ. ഇമാം ബുഖാരി റിപ്പോർട്ടിലെ ഹദീസല്ലേ, മൻ ഹദസ, വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ട് പുത്തനാശയക്കാരനായാൽ ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തനാശയക്കാരനെ ചേർത്ത് പിടിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, സർവ്വമഹാന്മാരായ ജനങ്ങളെയും ലഅനത്തുണ്ട്. അവന്റെ ഒരു ഫർളും സുന്നത്തും ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദില, അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹു ഖബൂൽ ചെയ്യൂല. ഓ സുഹൃത്തുക്കളെ, എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് തന്നെയാണ്, സാധുക്കളായ ഞങ്ങളും പറയുന്നത്. ഞങ്ങളെ വകയിൽ പ്രത്യേകിച്ച് പുതിയതൊന്നും പറയലില്ല. അങ്ങനെ പറയാൻ പാടും. പുതിയത് പറഞ്ഞാൽ പ്രത്യാവാദിയാവും. നമ്മൾ എന്ത് പറയുന്നുണ്ടോ അതെല്ലാം ഇമാമിങ്ങൾ പറഞ്ഞത് മാത്രം പറയാണ്. സുബ്ഹാനല്ലാഹ്, ചിലർക്ക് ചില ധാരണകളുണ്ട്. അവരെടുത്ത് പണം ഉണ്ടാവും, അല്ലെങ്കിൽ അധികാരം ഉണ്ടാവും. അവിടൊന്നും സുന്നത്ത് ജമാഅത്തിനെ വിളിക്കാൻ കഴിയില്ല. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തട്ടെ. ഷിയാക്കൾ ഇപ്പോ ഈ ഇറാനും അമേരിക്കയും ഒക്കെ ആയിട്ട് യുദ്ധം നടത്തും. അതില് ചിലപ്പോ അമേരിക്കയോ ഇസ്രായേലോ ചെയ്യുന്ന എല്ലാ ദുശ്ചെയ്തികളെയും ആർക്കും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അതുകൊണ്ട് ഇറാനിലെ ഷിയാക്കളൊക്കെ നല്ലവരാണെന്ന് വിചാരിക്കാൻ പാടില്ല. അവര് മഹാ അപകടം പിടിച്ച സാധനമാണ്. അനുസരിച്ച് നല്ല ബോധം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാകണം. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തട്ടെ. ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിച്ചതായി കാണാം. അതേ, ഫീ ഖുലാസത്തുൽ വഫാ ഫീ അഖ്ബാരി ദാരിൽ മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട് അൽ മദീനത്തുൽ മുനവ്വറ. ഇവിടെ അൽ മദീന എന്ന ഈ സ്ഥാപനത്തിന് ബഹുമാനപ്പെട്ട ശറഫുൽ ഉലമ പേര് വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടാണ്. ആ മദീന ശരീഫിന്റെ ചരിത്രം പറയാൻ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു, ഇമാം സുംഹൂദി ഒരു സയ്യിദാണ്, ഒരു തങ്ങളാണ്, ഒരു സയ്യിദാണ്. തങ്ങന്മാരുടെ നേതാക്കളിൽ ഒരു വലിയ പ്രമുഖനാണ്. അവരൊക്കെ സയ്യിദന്മാരാണ്. പക്ഷെ അവരാരും ഷിയാക്കൾ അംഗീകരിക്കില്ല. ഷിയാക്കൾക്കെതിരെ ശക്തിയായി സംസാരിക്കും. കാരണം ഷിയാക്കളുടെ നബി കുടുംബത്തോടുള്ള സ്നേഹം കാപട്യമാണ്. അത് ഇസ്ലാം ദീനിന്റെ വകയിലുള്ള സ്നേഹമല്ല, അത് കാപട്യമാണ്, രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹു എടുത്തിരിക്കുന്നതായി കാണാം. സുബ്ഹാനല്ലാഹ്, ഇമാം മുഹിബ്ബുൽ ഖബരി തങ്ങൾ രചിച്ചതായി ഹാറൂൻ ഇബ്നു ശൈഖ് അംർ ഇബ്നു
സഖബ് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം വലിയ മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു സംഭവം. ശംസുദ്ദീൻ സവാബുൽ ലംസി എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെയും മദീന പള്ളിയുടെയും ഒക്കെ ഖാദിമീങ്ങളായി നിൽക്കുന്ന ആളുടെ ഉസ്താദായ ശൈഖായിരുന്നു ശംസുദ്ദീൻ തങ്ങൾ. വകാന റജുലൻ സാലിഹൻ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. കസീറൽ ബിർരി ബിൽ ഫഖറാ, സാധുക്കൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാനൊരു വലിയ അത്ഭുതം പറയട്ടെ, എനിക്കൊരു സ്നേഹിതനുണ്ടായിരുന്നു. അദ്ദേഹം ഭരണാധികാരിയുടെ സമീപത്ത് പോയിരിക്കുന്ന ആളാണ്. പല വിവരങ്ങളും എനിക്ക് എത്തിച്ചു തരുന്ന ആളാണ്. ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു വലിയ സംഭവം നടന്നു. അംറുൻ അദീമുൻ ഹദസൽ യൗം. എന്താണത്? ഹലബ് ഭാഗത്ത് നിന്ന് ഒരു ടീം വന്നു. അവർ വന്നിട്ട് ഭരണാധികാരിക്ക് വളരെയേറെ സാമ്പത്തികമായി വലിയ സംഖ്യ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഹുജറത്തു ശരീഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ഹുജറത്തു ശരീഫ, ആ ഹുജറത്തു ശരീഫയിലാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പിന്നിൽ കിടക്കുന്നത്. അവർ രണ്ടാളെയും ഇവിടുന്ന് ഒന്ന് എടുത്ത് മാറ്റി കളയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് കിടക്കാൻ അവരെ വിട്ടാൻ പറ്റില്ല, അവരെ എടുത്ത് മാറ്റി കളയണം എന്ന് ആവശ്യപ്പെട്ടു. അതിന് ഞങ്ങൾക്ക് സൗകര്യം ചെയ്യണം. അപ്പൊ ഭരണാധികാരി ഗവർണർ എന്ത് ചെയ്തു? ബാല്യ പണം കിട്ടിയതല്ലേ, ആ പണം കിട്ടിയതനുസരിച്ച് അതിന് സൗകര്യം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗവർണർ അതാ വിളിക്കുകയാണ്. ഇവിടെ സാധാരണയായി കാവല് നിൽക്കുന്ന ആളെ വിളിക്കുകയാണ്. വന്നിട്ട് പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഗവർണർ വിളിച്ചു, ഞാൻ അദ്ദേഹം വിളിച്ചു. ഇന്ന് രാത്രി ഒരു കൂട്ടർ വന്നിട്ട് വാതിലിനെ മുട്ടുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കണം, പള്ളി തുറന്നു കൊടുക്കണം, അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം. അവർ ഉദ്ദേശിച്ച കാര്യം ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. നീ ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞു, ഭരണാധികാരിയല്ലേ, ഇപ്പൊ പറഞ്ഞാൽ സ്വീകരിക്കാതെ തലവെട്ടി പോയി. ഞാൻ അങ്ങനെ ഖബർ ശരീഫിന്റെ സമീപത്ത് നബി തങ്ങൾ കിടക്കുന്ന ഹുജറയുടെ സമീപത്ത് നിന്ന് കരയാൻ തുടങ്ങി. ഞാൻ ഇശാ നിസ്കരിച്ചു, വാതിലൊക്കെ അടച്ചു. ഒരൽപ്പം കഴിയുമ്പോൾ അതാ വാതിൽ മുട്ടുന്നു. ഞാൻ ചെന്നു, വാതിൽ തുറന്നപ്പോൾ 40ഓളം ആളുകൾ അതാ വരുന്നു. അവരെ കയ്യിൽ കൈക്കോട്ടുണ്ട്, പടതയുണ്ട്, കുറെ ഉപകരണങ്ങളൊക്കെ മെഴുകുണ്ട്. പൊളിക്കാനുള്ള കിളക്കാനുള്ള എല്ലാ ഉപകരണങ്ങളുമുണ്ട്. നേരെ ഹുജറത്തു ശരീഫയുടെ സമീപത്തേക്ക് വരികയാണ് അവർ. ഉദ്ദേശം എന്താണ്? അതേ റവാഫിദാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെറുക്കുന്ന ആളാണ്, ഉമർ ഇബ്നുൽ ഖത്താബിനെ വെറുക്കുന്ന ആളാണ്. അതുകൊണ്ടാണല്ലോ റാഫിദത്ത് അതേ ഉമർ ഇബ്നുൽ ഖത്താബിനുള്ള വെറുപ്പ് കാരണത്താൽ തറാവീഹ് നിസ്കാരം എന്ന ഒരു നിസ്കാരം തന്നെ സുന്നത്തില്ലെന്ന് വാദിച്ചല്ലോ. അവരെ പിന്തുടർന്നുകൊണ്ടാണല്ലോ 20 റകഅത്ത് തറാവീഹ് വേണ്ടെന്ന് വാദിച്ച് തറാവീഹും തഹജ്ജുദും ഒന്നാണെന്ന് വാദിച്ച സലഫികളും അതേ വഴി പിന്തുടർന്നവര് തന്നെയാണല്ലോ. റാഫിദത്തിന്റെ മാർഗം സ്വീകരിച്ചവരാണല്ലോ. അത് ഇമാം സർഖസി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുൽ മബ്സൂത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ റാഫിദത്താണ് വന്നത് റസൂലുള്ളാഹിന്റെ സമീപത്ത് നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും എടുത്തു മാറ്റാനുള്ള പരിപാടിയാണ്. അവരിങ്ങോട്ട് വന്നു. പക്ഷേ ഫവല്ലാഹി മാ വസലുൽ മിൻബറ ഹത്ത ബതലഅതുൽ അർദു ജമീഅഹും ബിജമീഇ മാ കാന മഅഹും. അവരിങ്ങോട്ട് വരുമ്പോൾ വന്ന മുഴുവൻ ആളുകളും അവ ഉപകരണങ്ങളും മുഴുവനും അതാ ഭൂമിയിലേക്ക് അങ്ങ് താഴ്ന്നു പോയി. ഭൂമി പിടിച്ച് വിഴുങ്ങിപ്പോയി. ഇവര് തിരിച്ചിതല്ലാതിരുന്നപ്പോൾ അതേ ഗവർണർ ആളെ പറഞ്ഞേക്കുകയാണ്, എന്നോട് വിളിച്ച് സംഭവങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിന്. സുബ്ഹാനല്ലാഹ്,
എഴുന്നേറ്റ് നിന്നു. അവിടെ ചെന്ന് എന്തെങ്കിലും അടയാളം കാണാനുണ്ടോ? ഒരടയാളവും കാണാനില്ല. അപ്പോഴദ്ദേഹം പറഞ്ഞു, ഹാദാ മൗദു ഹാദൽ ഹദീസ്, ഇനി ഈ വിവരം പുറത്താരോടും പറയാൻ പാടില്ല. പുറത്ത് പറഞ്ഞാൽ നിന്റെ തല വെട്ടിക്കളയും. ഓ സുഹൃത്തുക്കളെ, ഭരണാധികാരികളെ പിടിച്ചുകൊണ്ടോ, ഏത് പണക്കാരെ പിടിച്ചുകൊണ്ടോ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം നശിപ്പിക്കാനോ, സുന്നത്ത് ജമാഅത്തിന്റെ മുൻഗാമികളായ സാലിഹീകളെ മഹത്വം ഊതിക്കെടുത്താനോ ആര് ശ്രമിച്ചാലും അവിടെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പ്രചരിപ്പിക്കുന്നതിൽ വളരെ സജീവമായി നമ്മുടെ സംഘടനാ പ്രവർത്തകർ സജീവമായി ഉണ്ടാകണമെന്ന് ഈ കർണാടകയിലുള്ളവരോടും ഞാൻ പ്രത്യേകമായി ഉണർത്തി. എവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ വന്ന് അവരുടെ തെറ്റാശായ ആശയം പ്രചരിപ്പിച്ചാൽ ഉടനെ തന്നെ അവിടെ മറുപടി പറയണം. അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പറയണം. അതിനൊരു മടിയും നമുക്കുണ്ടാകരുതെന്നും ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പ്രത്യേകമായി ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അല്ലാഹുവേ, മഹാനായ ശറഫുൽ ഉലമാ ഉസ്താദ് അവരുടെ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഈ സ്ഥാപനം എപ്പോഴും നീ അഭിവൃദ്ധിയിലാക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ മക്കൾക്കും ഇതിന്റെ പ്രവർത്തകർക്കും മുഴുവനും ഇത് ഇനിയും കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താനുള്ള എല്ലാ കഴിവും പ്രാപ്തിയും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, ഇവിടെ തങ്ങളവറുകൾ വന്നിട്ടുണ്ട്. സയ്യിദന്മാർ നടത്തും. ഞാനും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അതോടുകൂടി ദുനിയാവും ആഖിറവും വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അതിന്റെ പുറമെ ഇന്നത്തെ രാത്രിയിൽ ഒരു വലിയ കാര്യം ശരിയായി കിട്ടാനുണ്ട്. അല്ലാഹു അത് എളുപ്പമാക്കി തരട്ടെ. എല്ലാവരും നാരിയത്ത് സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد أرحم الراحمين. يا رب ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് ചെയ്യണം റഹ്മാനെ. ഈ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد. يا حي يا قيوم يا ذا الجلال والإكرام. يا حي يا قيوم يا ذا الجلال والإكرام. يا حي يا قيوم يا ذا الجلال والإكرام. أرحم الراحمين. يا رب ഞങ്ങളിൽ ആരുടെ മനസ്സിൽ ഏത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ അത് നിറവേറ്റി തരണം റഹ്മാനെ.